നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി നഗര നവീകരണം അവസാന ഘട്ടത്തിലേക്ക്. ഈ ജൂൺ മാസത്തോടുകൂടി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ശ്രമം. ഇനി ചെർപ്പളശ്ശേരിക്ക് പുതിയ മുഖം. പാർക്കിംഗ് സൗകര്യമില്ലാതെ വീർപ്പുമുട്ടി മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ. ജീവനക്കാരുടെയും ഇവിടെ എത്തുന്നവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കോമ്പൗണ്ടിലെ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പാർക്കിങ്ങിന് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യം. വാണിയംകുളം പാതിപ്പാറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ തണ്ണിമത്തൻ കടയിലേക്ക് ഇടിച്ചുകയറി. കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക്. മണ്ണാർക്കാട് നഗരസഭയിലും ഇനി ഓപ്പൺ ജിം. അരകുറിശി ആറാട്ടുകടവ് പരിസരത്ത് ആരംഭിച്ച ഓപ്പൺ ജിം നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കുൾപ്പെടെ വ്യായാമം ചെയ്യാൻ സൗകര്യം. തൂതയിൽ ഇനി പൂരാവേശം. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വിഷുദിനത്തിൽ കൊടിയേറി. പൂരം മെയ് 13. തിരുവാഴിയുടെ തിരുവരായ്ക്കൽ ക്ഷേത്രത്തിലും പൂരത്തിന് കൊടിയേറി. വിശദമായ വാർത്തകൾ നോക്കാം. ചെർപ്പളശ്ശേരി ഇനി പഴയ ചെർപ്പളശ്ശേരിയല്ല. നഗര നവീകരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മുഖച്ഛായ മാറുകയാണ് ചെർപ്പളശ്ശേരിയുടെ. ഈ ജൂൺ മാസത്തോടുകൂടി പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചെർപ്പളശ്ശേരിയുടെ മുഖച്ഛായ മാറുകയാണ് നഗര നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുമ്പോൾ. 2023 ഓഗസ്റ്റിൽ ആരംഭിച്ച നഗര നവീകരണ പ്രവൃത്തികൾ ഈ ജൂൺ മാസത്തോടുകൂടി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. നെല്ലായ മുതൽ കച്ചേരിക്കുന്ന് വരെയുള്ള 4 കിലോമീറ്റർ ഭാഗമാണ് ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടുള്ളത്. നെല്ലായ മുതൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെ BM&BC നിലവാരത്തിലുള്ള 2 വരിപ്പാതയും ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ 14 മീറ്റർ വീതിയിൽ 4 വരിപ്പാതയും അഴുക്കുചാലും നടപ്പാതയും കൈവരികളും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. നഗരത്തിൽ ഇന്റർലോക്ക് വർക്കുകളും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുക, സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 39 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി പൂർത്തിയാകുന്നത്. നഗരത്തിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും പൊതുസ്ഥലം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുമാണ് വീതി കൂട്ടിയുള്ള റോഡ് നവീകരണം നടത്തിയിട്ടുള്ളത്. നഗരം നേരിട്ടിരുന്ന ഗതാഗതക്കുരുക്കിന് കൂടിയാണ് ഇതോടെ പരിഹാരമായത്. അനുബന്ധ പ്രവൃത്തികൾ കൂടി വേഗത്തിൽ പൂർത്തിയാവുന്നതോടെ ജില്ലയിലെ തന്നെ മികച്ച നഗരങ്ങളിലൊന്നായി ചെർപ്പളശ്ശേരി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർക്കിംഗ് സൗകര്യമില്ലാതെ മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ. സിവിൽ സ്റ്റേഷനിലെ 100 കണക്കിന് ജീവനക്കാരും ഇവിടെ എത്തുന്നവരും അനുഭവിക്കുന്ന പ്രയാസം ചെറുതല്ല. ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. താലൂക്ക് ഓഫീസ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, എക്സൈസ്, താലൂക്ക് സപ്ലൈ ഓഫീസ്, RTO, സ്റ്റാറ്റിറ്റിക്സ്, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഭക്ഷ്യസുരക്ഷ, ലേബർ ഓഫീസ് എന്നിവ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലും കുടുംബ കോടതി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും ഓഫീസുകളിലെ ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന ആവശ്യക്കാർക്കും വാഹനം നിർത്താൻ മുൻവശത്തെ ഇത്തിരി സ്ഥലമാണ് ഉള്ളത്. ജീവനക്കാരുടെ ഇരുചക്രവാഹനങ്ങൾ നിർത്താൻ തന്നെ സ്ഥലം തികയില്ല. വിവിധ ഓഫീസ് മേധാവികളുടെ വാഹനങ്ങൾ നിർത്താനും സ്ഥലമില്ല. വാഹനത്തിലെത്തുന്നവർ എവിടെയെങ്കിലും വാഹനം നിർത്തി ഓട്ടോറിക്ഷ വിളിച്ചു വരേണ്ട സ്ഥിതിയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കെട്ടിടം നിർമ്മിക്കുമ്പോൾ പ്രധാന റോഡിൽ നിന്ന് പാലിക്കേണ്ട ദൂരം പോലും പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളുണ്ട്. ഇവ പൊളിച്ചു നീക്കി വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യമൊരുക്കാൻ കഴിയും. സിവിൽ സ്റ്റേഷൻ്റെ വലതുവശത്തെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാൽ നിലവിലെ വീർപ്പുമുട്ടൽ ഒഴിവാക്കാനാകും. വാണിയംകുളം പാതിപ്പാറയിൽ നിയന്ത്രണം വിട്ട കാർ തണ്ണിമത്തൻ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ വിജിത്തും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ ചേർത്തലയിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഡോക്ടറുടെ മകൾക്ക് പരിക്കുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിൽ ആദ്യ ഓപ്പൺ ജിം ഉഭയമാർഗം വാർഡിൽ യാഥാർത്ഥ്യമായി. അരകുറിശി ആറാട്ടുകടവ് പരിസരത്താണ് വിവിധ തരത്തിൽ സ്ത്രീകൾക്കുൾപ്പെടെ വ്യായാമം ചെയ്യാൻ കഴിയാവുന്ന ജിം സ്ഥാപിച്ചത്. കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശിയുടെ വാർഡ് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ജിം നിർമ്മിച്ചത്. പ്രഭാത സവാരിക്കിറങ്ങുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് ജിമ്മിനെ ഉപയോഗപ്പെടുത്താം. ജിം നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് നഗരസഭയിൽ
ആദ്യത്തെ ഓപ്പൺ ജിമ്മ് ഇവിടെ അരുണിൻ്റെ വാർഡിൽ ഉദ്ഘാടനം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി സന്തോഷിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ ആറാട്ടുകടവ് പ്രദേശത്ത് രണ്ട് കാര്യമാണ്. ഒന്ന് എക്സസൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കാൻ പോകുന്ന ആളുകൾക്ക് കുളിക്കാൻ പോകാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് സന്തോഷമാണ്. ഇതുപോലെ തന്നെ അടുത്ത് തന്നെ നമ്മുടെ കോടതിപ്പടി ടേക്ക് എ ബ്രേക്കിൻ്റെ അവിടെ ഇതുപോലെ ഒരു ഓപ്പൺ ജിമ്മ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരവാസികൾക്ക് ഒരു സന്തോഷകരമായ വേള, ഒരു ഈവനിങ്ങിലൊക്കെ കുട്ടികളുമായി പോയി ഒന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കുന്തിപ്പുഴ പാലത്തിന് മുകളിലായിക്കൊണ്ട് 1,40,00,000 രൂപ, ഈ വർഷം 60 ലക്ഷം കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ഹാപ്പിനെസ് പാർക്ക് അതിൻ്റെ DPR ആയിട്ടുണ്ട്. വല്ലാതെ വൈകാതെ തന്നെ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ കെ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, ഹംസ കുറുവണ്ണ, കൗൺസിലർമാരായ EK യൂസഫ് ഹാജി, മുജീബ് ചോലോത്ത്, ഷമീർ വേളക്കാടൻ, ലക്ഷ്മി, പൊതുപ്രവർത്തകരായ രാമനാഥൻ, P. കാളിദാസൻ നായർ, ശ്രീകുമാർ, CDS അംഗം ബിജി, ADS അംഗങ്ങൾ, ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തപാൽ വകുപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന പരിഷ്കരണ നടപടികൾ ഈ മേഖലയെ സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതാനുള്ള മുന്നൊരുക്കമാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഡിവിഷൻ കൺവെൻഷൻ പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഒരുപാട് RMS ഓഫീസുകൾ കൂടി എല്ലാം കേന്ദ്രീകൃതമായി ജനവിരുദ്ധമായി ഈ സർക്കാർ ഒരു നിലപാടെടുത്തുണ്ട്. അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ആശങ്കയെ സംബന്ധിച്ച് ഒരു മറുപടി സർക്കാരിനില്ല. ഞങ്ങളെല്ലാവരും കേരളത്തിലെ UDF MPമാർ ഒരുമിച്ച് പോയി മന്ത്രിയെ പോയി കണ്ടപ്പോൾ മന്ത്രിക്ക് ഈ വകുപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പഠിക്കാൻ കുറച്ച് സമയം വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആരോടെ പലണ്ട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുക. അദ്ദേഹം ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ല, അന്വേഷിക്കാൻ താല്പര്യമില്ല, ചർച്ച ചെയ്യാൻ സാഹചര്യമില്ല. 5 മിനിറ്റാണ് ഈ 17 MPമാരെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടപ്പോൾ അദ്ദേഹം അനുവദിച്ചത്. അപ്പൊ ഇതാണ് സിസ്റ്റം എങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തപാൽ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. നമുക്കറിയാം പഴയ 5 ഓട്ടക്കാരൻ തൊട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളെ ഒരുമിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത ഇതെല്ലാം ചേർത്ത് പിടിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു മേഖലയാണ്. അപ്പൊ ഭാഷ വ്യത്യാസമില്ലാതെ, സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ, സംസ്കാരങ്ങളും വ്യത്യാസമില്ലാതെ ആ വൈവിധ്യത്തെ ഒരുമിച്ച് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ ആക്കുന്നതിൽ തപാൽ മേഖല വഹിച്ച പങ്ക്, തപാൽ മേഖലയുടെ ചരിത്രം, ലോകത്തെ തപാൽ മേഖലയുടെ ചരിത്രത്തിൽ മുഖ്യ സ്ഥാനമുള്ള ഇന്ത്യയിൽ ഇന്ന് വലിയൊരു FNPO ഡിവിഷൻ ചെയർമാൻ C. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NUGDS അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ, ചലച്ചിത്ര പുരസ്കാര ജേതാവ് രോഹിത് MG കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിരമിച്ച ജയരാജ് ഒട്ടി, ഉമാദേവി, നീലകണ്ഠൻ എന്നിവർക്ക് യാത്രയപ്പം നൽകി. പുതിയ മെമ്പർമാർക്ക് സ്വീകരണവും പ്രൊമോഷൻ പരീക്ഷ പാസ്സായവർക്ക് അനുമോദനവും നടത്തി. KPCC സെക്രട്ടറി KA തുളസി മുഖ്യാതിഥിയായി. FNPO ഡിവിഷൻ കൺവീനർ MK ബാലകൃഷ്ണൻ, സർക്കിൾ സെക്രട്ടറി KV സുധീർ കുമാർ, NUGDS ജനറൽ സെക്രട്ടറി PU മുരളീധരൻ, RA സംസ്ഥാന സെക്രട്ടറി NV വിനോദ്, PA സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി സുരേന്ദ്രദാസ്, ഡിവിഷൻ സെക്രട്ടറിമാരായ ബാൽദേവ്, മെഹബൂബ്, ഷംനാഥ് എന്നിവരും സംസാരിച്ചു. ചെർപ്പളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കാറൽമണ്ണയിൽ റോഡിന് കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ബുധനാഴ്ച ആരംഭിക്കും. ഇതിനായി കുഴലുംപടി ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചെർപ്പളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കാറൽമണ്ണ കുഴലുംപടി ബസ് സ്റ്റോപ്പിന് സമീപം റോഡിന് കുറുകെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. 350 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി KSTPയിൽ നിന്നും അനുമതിയും ലഭിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ബുധനാഴ്ച മുതൽ KSTP കേരള വാട്ടർ അതോറിറ്റി അധികാരികളുടെ മേൽനോട്ടത്തിൽ ആരംഭിക്കും. പൈപ്പ് ലൈൻ സ്ഥാപിച്ച ശേഷം ആദ്യഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികൾ വാട്ടർ അതോറിറ്റിയും സർഫേസ് റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ KSTPയും പൂർത്തിയാക്കും. ഇതിനായി KSTPയിൽ 6 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടുണ്ട്. പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതുവരെ ഈ ഭാഗത്ത് ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിക്കാൻ തീരുമാനിച്ചതായും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T. നാസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുരളി എന്നിവർ അറിയിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ ചെർപ്പളശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടിയുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമൃത പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് ഈ മുണ്ടൂർ തൂത KSTP റോഡ് കാറമണ്ണ ഭാഗത്ത് LIC കുന്നിലേക്ക് പോകുന്ന കൊള്ളുംപടി ജംഗ്ഷന് സമീപം റോഡ് ക്രോസ് ചെയ്യുന്നതിന് പ്രവൃത്തി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് KSTPയുടെ അനുമതി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം സബ് കളക്ടർ സാറിൻ്റെ അനുമതിയോടുകൂടെയാണ് ഈ പ്രവൃത്തി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ കേരള വാട്ടർ അതോറിറ്റി ഭാഗികമായും ശേഷിക്കുന്ന സർഫസിംഗ് പ്രവൃത്തികൾ KSTP ആണ് ചെയ്യുക. ഇതിനാവശ്യമായ തുക നമ്മൾ KSTPയിൽ അടവാക്കിയിട്ട് അതിന് അനുമതി വാങ്ങിച്ചിട്ടുള്ളതാണ്. പ്രവൃത്തി നാളെയും തുടർന്ന് വരുന്ന ദിവസങ്ങൾ ക്രമീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ ഈ ഭാഗത്ത് ഗതാഗതം കഴിഞ്ഞ ഒരു വരുന്ന 100 മീറ്ററിനുള്ളിൽ ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്, മേലാപ്പീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്രവൃത്തി കേരള വാട്ടർ അതോറിറ്റിയുടെയും KSTP അധികാരികളുടെയും മേൽനോട്ടത്തിലാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3 ദിവസത്തിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ തൂത പൂരാഘോഷങ്ങൾക്ക് വിഷുദിനത്തിൽ വൈകിട്ട് കൊടിയേറി. മെയ് 12 കാളവേലയും 13 പ്രസിദ്ധമായ തൂത പൂരവും ആഘോഷിക്കും. ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ താലൂക്കുകളിലെ പുഴയോര ഗ്രാമങ്ങൾ തട്ടകങ്ങളായുള്ള തൂത ഭഗവതി ക്ഷേത്രത്തിൽ 1 മാസം നീളുന്ന കാളവേല പൂരം ആഘോഷങ്ങൾക്കാണ് വിഷുദിനമായ ഏപ്രിൽ 14 കൊടിയേറിയത്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ആമയൂർ മനക്കൽ രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും തട്ടകത്തിൽ നിന്നുള്ള ഭക്തരും ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് ചെർപ്പശ്ശേരി ശിവനും പനമണ്ണ ശശിയും സംഘവും നയിച്ച ഇരട്ടക്കേളിയും ഉണ്ടായി. രാത്രി 9:30 കതിർവേലവരവും നടന്നു. 10 കൂത്തുമാടത്തിൽ രാമായണം തോൽപ്പാവക്കൂത്തിനും തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരട്ടത്തായമ്പക, തിരുവാതിരക്കളി, വീരനാട്യം, ഭക്തിഗാനം, ചാക്യാർകൂത്ത്, നൃത്തനൃത്യങ്ങൾ, മൃദംഗം ഫ്യൂഷൻ തുടങ്ങിയ പരിപാടികൾ നടക്കും. മെയ് 12 കാളവേലയും 13 കുടമാറ്റവും കൂടിക്കാഴ്ചയുമായി തൂതപൂരവും ആഘോഷിക്കും. തിരുവാഴിയോട് തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരത്തിന് കൊടിയേറി. ഏപ്രിൽ 20 പൂരം. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിർമ്മിച്ച ആനക്കൊട്ടിൽ സമർപ്പണവും നടന്നു. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി, കുഞ്ഞൻ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഓട്ടംതുള്ളലുമുണ്ടായി. കൊടിയേറ്റത്തിന് ശേഷം കളംപാട്ട്, തോൽപ്പാവക്കൂത്ത്, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. ഏപ്രിൽ 20 വരെ ക്ഷേത്രത്തിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടക്കും. വംശീയതയ്ക്കെതിരെ സാഹോദര്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു. മങ്കട മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷംസീർ ഇബ്രാഹിം. രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള സവർണ ഫാസിസത്തിന്റെ തേരോട്ടം സാമൂഹ്യനീതിക്കും സമത്വത്തിനും സാരമായി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു. ഈ സമകാലിക സാഹചര്യത്തിൽ സാഹോദര്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണമെന്നും ഷംസീർ ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി ലുമിനറി 25 എന്ന പേരിലാണ് നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് ഷഫീർ ഷാ, സെക്രട്ടറി ജംഷീർ അബൂബക്കർ, ഫയാസ് ഹബീബ്, അഷ്റഫ് KK, സ്വാലിഹ് കൊടപ്പന, അമീൻ കാരക്കുന്ന് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഖാദർ അങ്ങാടിപ്പുറം, ആരിഫ് ചൂണ്ടയിൽ, സൈദാലി വലമ്പൂർ, ഉബൈബ ടീച്ചർ, നസീമ CH, ആബിദ് അരിപ്ര, അഷ്റഫ് കുർവ എന്നിവർ ക്യാമ്പിലെ വിവിധ സെഷനുകളുടെ സംഘാടനത്തിന് നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് KP അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഖീമുദ്ദീൻ CH, സെക്രട്ടറി ഡാനിഷ് മങ്കട എന്നിവരും സംസാരിച്ചു.
മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പശ്ശേരിയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജന്മദിനാചരണവും ആദരായണവും സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മർദ്ദിത ജനതയുടെ വിമോചനപാത തെളിയിച്ച മഹാത്മാവായിരുന്നു ഡോക്ടർ ബാബാ സാഹേബ് ബി.ആർ. അംബേദ്കർ എന്ന് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം പറഞ്ഞു. തൻ്റെ ജനതയ്ക്ക് സ്വസമുദായത്തിലേക്ക് ഒരു സഹായവും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൽത്തുറങ്കിലടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാമനുഷ്യൻ. തൻ്റെ സമുദായത്തിൽ ജനിച്ചു വീണ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ തൻ്റെ സമുദായത്തിലേക്ക് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പേരാണ് ഡോക്ടർ ബാബാ സാഹേബ് ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 134ാം ജന്മദിനാചരണവും ആദരായണവുമാണ് മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അംബേദ്കർ ഫെലോഷിപ്പ് നേടിയ ഉഷ കാർൽമണ്ണ, പൊതുപ്രവർത്തകൻ ജയപ്രകാശ് കാർൽമണ്ണ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ മൊയ്തീൻ കുട്ടിമാട്ടര മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ സൗഹൃദവേദി രക്ഷാധികാരി ടി.പി. ഹരിദാസൻ മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗോപൻ ഏഴക്കാട്, ജീവകാരുണ്യ പൊതുപ്രവർത്തകൻ ഹുസൈൻ കല്ലൂർ, സുരേഷ് വെളിനേഴി, മധു നമ്പ്രത്ത്, ടി.പി. സായിറാം തുടങ്ങിയവർ സംസാരിച്ചു. KSTA ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ യാത്രയപ്പ് സമ്മേളനം നടത്തി. പട്ടാമ്പി കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന സമ്മേളനം APTF സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ട്രെയിനിങ് സ്കൂളുകളിൽ, ട്രെയിനിങ് കോളേജുകളിൽ 96% ട്രെയിനിങ് കോളേജുകളും ട്രെയിനിങ് സ്കൂളുകളും സ്വകാര്യ മേഖല ഇന്ത്യയിൽ 4% മാത്രമാണ്. അപ്പോൾ ഈ രാവിലെ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു, സാർ അതുകൊണ്ടല്ലേ ടെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ CBT ടെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ ട്രെയിനിങ് പരീക്ഷയ്ക്ക് ശേഷം ടെറ്റ് നടത്തുന്നത്? എന്തുകൊണ്ട് അഡ്വാൻസ് ആയി ടെറ്റ് നടത്തുന്നില്ല? എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വിദ്യാഭ്യാസ അവകാശത്തിൽ പറഞ്ഞു അത് ആദ്യമല്ലേ വേണ്ടത്, അവസാനമല്ലല്ലോ. ആദ്യം നടത്തിയ എന്താ കുഴപ്പം? ഈ 96% സ്കൂളിൽ ട്രെയിനിങ് പിള്ളേർക്കില്ല. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷാജി S. തെക്കേതിൽ മുഖ്യാതിഥിയായി. നസീർ ഹുസൈൻ S, ശ്രീജേഷ് K, ശശി K, മായ P, M. മനോജ്, MC മനോജ്, ഷീജ N, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി KT അസീസ്, ട്രഷറർ ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ രാംദാസ് പാലക്കോട്, ജയദേവൻ A, സതീഷ് MP, മിനി P എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ശ്രീകൃഷ്ണപുരം സീറ്റ് വിദ്യാഭ്യാസ കൂട്ടായ്മയിൽ മൈൻഡ് മാസ്റ്റർ ചെസ് അക്കാദമി, ഋതു ടെക് കണക്ട് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അറിവ് നിർമ്മിക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നതിനുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് സീറ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം പരിപാടികൾ മുതൽക്കൂട്ടാകുമെന്ന് MLA പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു കുറച്ചു കാലം. ഇന്ന് അദ്ദേഹം ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ചെസ് ഏറെ ഇഷ്ടപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിനോദം ചെസ് ആയിരുന്ന ഒരാളാണ് അദ്ദേഹം. ലോകത്താകെയുള്ള മനുഷ്യരുടെ യഥാർത്ഥത്തിൽ ഒരു ആന്റി ഇമ്പീരിയലിസ്റ്റ് എന്ന് പറയാം, സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ഇന്ന് ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ കോണുകളിലും അദ്ദേഹത്തിന് പിന്തുടർച്ചക്കാരും അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ ആശയങ്ങളെ പിന്തുടരുന്ന ധാരാളം പേരുള്ള ഒരു വ്യക്തി. ചെസ് കുട്ടികൾക്ക് നൽകുന്ന ഗുണമേന്മകളെക്കുറിച്ച് P. ഷംസുദ്ദീൻ സംസാരിച്ചു. AI സാധ്യതകൾ ഉദാഹരണ സഹിതം അമൻ AS, നിപുൺ പരമേശ്വരൻ, അഭിനവ് C, മണികണ്ഠൻ N എന്നിവർ പരിചയപ്പെടുത്തി. SV രാമനുണ്ണി സംസാരിച്ചു. ഒറ്റപ്പാലത്തെ കൊയ്തൊഴിഞ്ഞ പാടത്ത് കുട്ടികളുടെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആവേശത്തോടൊപ്പം ചേർന്ന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് താരം കൂടിയായ നടൻ ഉണ്ണി മുകുന്ദൻ പലാർമംഗലം പാടത്ത് കളിച്ച് തിമിർത്ത് വേനലവധി ആഘോഷിച്ചിരുന്ന കുട്ടിക്കൂട്ടത്തിനിടയിലേക്കാണ് താരം അപ്രതീക്ഷിതമായി എത്തിയത്. വീഡിയോയും ചിത്രങ്ങളും മാധ്യമങ്ങളിൽ വൈറലാണ്. സിനിമാ തിരക്കിന് അവധി നൽകി കഴിഞ്ഞ ദിവസമാണ് താരം ഒറ്റപ്പാലത്തെ വീട്ടിലെത്തിയത്. വൈകിട്ട് അയൽവാസി അർജുനൊപ്പം ബൈക്കിൽ പാടത്തെത്തി. അപ്പോൾ പാടത്തെ കളിയാവേശം ഉച്ചസ്ഥായിലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ടീമിൽ ഇടം പിടിച്ചു. ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലും ഫീൽഡിങ്ങിലുമെല്ലാം താരം കളം നിറഞ്ഞു. കുട്ടിക്കളിക്കളത്തിലെ പരിമിതമായ സാഹചര്യങ്ങൾ തന്നെ ധാരാളമായിരുന്നു നാട്ടുകാരനായ CCL താരത്തിന്. മത്സരങ്ങൾ അവസാനിക്കുവോളം മൈതാനത്ത് ചെലവഴിച്ചായിരുന്നു മടക്കം. ഒഴിവു സമയത്ത് വീടിന് സമീപത്തെ കളിമൈതാനത്ത് കളത്തിലിറങ്ങിയ താരം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, കളിയാണ് ലഹരി. കോട്ടായി വലിയമ്മക്കാവ് വിഷുവേല ആഘോഷിച്ചു. കിഴക്ക് പടിഞ്ഞാറ് ദേശങ്ങളുടെ പന്തലുകളും ദീപാലങ്കൃതമായി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് 11:30 കേളിയും വൈകിട്ട് 3 മണിക്ക് വിഷുവേല എഴുന്നള്ളിപ്പും നടന്നു. കിഴക്കുമുറി ദേശത്തു നിന്ന് വാദ്യമേളങ്ങൾ, കാള, കുതിര, വണ്ടിവേഷങ്ങൾ, ഇരട്ടക്കാള, പൂതനംതിറയും, ദേവീനൃത്തം, കഥകളി, ബാൻഡ് സെറ്റ്, മ്യൂസിക് വിത്ത് ഡാൻസ്, തമ്പോല മേളങ്ങൾ
ചിങ്കാരിമേളം എന്നിവയും ഉണ്ടായി. കൂടാതെ ക്ഷേത്രത്തിന്റെ മുൻവശത്തായി പന്തലും ഉയർന്നു. പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീര പാണ്ടിവേളവും ഉണ്ടായി. ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത്, കാള, കുതിര, വണ്ടിവേഷങ്ങൾ, ശിങ്കാരിമേളം, ശിങ്കാരിക്കാവടി എന്നിവയും ക്ഷേത്രത്തിലെത്തി. ചുങ്കം മത്താണിയിൽ ദേശത്തിന്റെ നേതൃത്വത്തിൽ പന്തലും ഉയർന്നു. രാത്രി ഗംഭീര വെടിക്കെട്ടുമുണ്ടായി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ 138ാമത്തെ റീറ്റെയിൽ ഷോപ്പ് പെരിന്തൽമണ്ണയിൽ ഏപ്രിൽ 16 ബുധനാഴ്ച തുറക്കും. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള വൈവിധ്യമാർന്ന അനേകം പ്രൊഡക്റ്റുകൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പ് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് പെരിന്തൽമണ്ണയിൽ തുടങ്ങുന്നത്. ഏപ്രിൽ 16 ബുധനാഴ്ച രാവിലെ 9:30 മണിയോടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് നെസ്റ്റോ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നെസ്റ്റോ ഡയറക്ടർമാരായ സിദ്ദിഖ് പാലോളത്തിൽ, ജമാൽ KP, മുനീർ പാലോളത്തിൽ, ആസിഫ് ETK എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. 11 മണിയോടെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത്. നെസ്റ്റോ ഗ്രൂപ്പിന്റെ 138ാമത്തെ റീറ്റെയിൽ സ്റ്റോറാണിത്. ഏറ്റവും ഗുണമേന്മയുള്ള പ്രോഡക്റ്റ് മിതമായ നിലയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതിൽ നമ്മൾ 100% വിജയിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഷോപ്പുകൾ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇനിയും കുറേ ഔട്ട്ലെറ്റുകൾ നമ്മൾ പൈപ്പ് ലൈനിലുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടി, മഞ്ചേരി, ചെമ്മാട്, നിലമ്പൂർ ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ ഓപ്പൺ ചെയ്യാനുള്ളതാണ്. കസ്റ്റമർ ഭാഗത്തും നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഔട്ട്ലെറ്റ് ആരംഭിച്ചത്. തുടർന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. നാളെ മുതൽ പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉപഭോക്താക്കളുടെ സൗകര്യത്തിന് 23 ചെക്ക് ഔട്ടറുകളും സ്റ്റോറിലെ ഔട്ടും 400-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകോത്തര ബ്രാൻഡുകളുടെ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ടോയ്സ് ഐറ്റംസിന്റെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഹോട്ട് ഫുഡ്, ഗ്രോസറി തുടങ്ങിയ വൈവിധ്യമാർന്ന അനേകം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന വലിയൊരു ശ്രേണിയാണ് നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് നെസ്റ്റോയിലൂടെ എത്തിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വ്യക്തമാക്കി. നമ്മൾ 3 തരത്തിലാണ് ഇന്ത്യയിൽ മാർക്കറ്റുകൾ വരുന്നത്: ഈസി, ഹൈപ്പർ, സൂപ്പർ ഹൈപ്പർ. ഇവിടെ സൂപ്പർ ഹൈപ്പറിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റോറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ കമ്പയറിങ് ടു അതർ സ്റ്റോർ, നമ്മൾ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രത്യേകത ആണ് നെസ്റ്റോൻ്റെ. അതായത് ബേക്കറി, ഹോട്ട് ഫുഡ്, ബുച്ചറി, ഡെലിക്കേറ്റ്സൺ, അതുപോലെ തന്നെ ഫിഷ്, RTC, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ. ഈ പെരിഷബിൾ ഐറ്റത്തിന് ഒരു പ്രത്യേക ഏരിയ തന്നെ കൊടുത്തിട്ട് ഹൈജീൻ ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫിനെ കൊണ്ടും അത് ഇമ്പോർട്ട് ചെയ്ത മെഷീനറി, അതായത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഈവൻ ബേക്കറിയിലായാലും ഓൾമോസ്റ്റ് നമ്മളുടെ കിച്ചണിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് തന്നെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്, ഇവിടെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈജീൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്റ്റാഫുകൾ, അതുപോലെ ഈ ബുച്ചറി ഒക്കെ പറഞ്ഞാൽ മീറ്റൊക്കെ ആംബിയർ ടെമ്പറേച്ചറിലാണ് പിന്നെ നമ്മൾ കീപ്പ് ചെയ്യണത്. അതല്ലാണ്ട് പുറത്തല്ല ചെയ്യണത്. 0 to 5 ഡിഗ്രി പിന്നെ ഡിഗ്രിയിലാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ അതിലൊക്കെ ഉപയോഗിക്കുന്ന മെഷീനറീസ്, ഈവൻ ബോൺസോ മെഷീൻ ഒക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്റ്റാഫിന് മാത്രം. ഈവൻ ഫിഷിലായാലും ഒരു ഫിഷ് മോങ്ങർക്കാണെങ്കിൽ അത് ഈ പിന്നെ ഇതിൻ്റെ മെഷീനറി ഉപയോഗിക്കാൻ അറിയുന്ന സ്റ്റാഫിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫിനെ കൊണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ, അതാണ് നെസ്റ്റോ ഓഫർ ചെയ്യുന്നത്. ഏറ്റവും നല്ല പ്രൈസിന് ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലി കസ്റ്റമർക്ക് നെസ്റ്റോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരിക്കും. അതായത് 2 ഷെൽഫിനിടയിൽ ഒരുപാട് സ്പേസ്
വെച്ചിട്ട് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ഡിസ്പ്ലേ, പിന്നെ ആഗോള, അതായത് ലോകോത്തര ബ്രാൻഡും ലോകോത്തര പിന്നെ മിഷനറീസും എല്ലാം ഇനി പെരിന്തൽമണ്ണ. 2020 കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ തുടക്കം കുറിച്ച നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് കുറഞ്ഞ കാലയളവിനുള്ളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായത്. സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുടെ ശൃംഖല തന്നെ സൃഷ്ടിച്ചു. ഇപ്പോൾ 5000 പേർക്ക് തൊഴിൽ കൊടുത്ത സംരംഭമായി ഉയർന്നു കഴിഞ്ഞു. 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 15 പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നെസ്റ്റോ ഗ്രൂപ്പ്. നമുക്ക് വെരി ഇമ്മീഡിയറ്റ്ലി 4 പ്രൊജക്റ്റുകൾ ഓപ്പൺ ചെയ്യാനുണ്ട്. ഒന്ന് ബത്തേരി, അതേപോലെ തന്നെ വില്യാപ്പള്ളി, ചെമ്മാട്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് കോയമ്പത്തൂർ. അടുത്ത നെക്സ്റ്റ് 1 or 2 ഇയറിൽ നമ്മൾ 10-12 പ്രൊജക്റ്റുകൾ പൈപ്പ് ലൈൻ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് 5000+ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നെസ്റ്റോ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് റീറ്റെയിൽ മേഖലയിലാണ്. റീറ്റെയിൽ മേഖലയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല പ്രൈസിങ്ങിൽ കസ്റ്റമേഴ്സിന്, കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നെസ്റ്റോക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ 2020 കോവിഡ് സമയത്താണ് നമ്മൾ കേരളത്തിലോട്ട് ബിസിനസ് വ്യാപിപ്പിച്ചത്. ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടക്കത്തിൽ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോവിഡ് പാൻഡമിക്കൊക്കെ മാറിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഗ്രോത്ത് കേരളത്തിൽ റീറ്റെയിൽ മേഖലയിൽ നെസ്റ്റോന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡോടുകൂടി, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ഷോപ്പിംഗ് അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നെസ്റ്റോ പ്രത്യേകിച്ച് ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ 2000 crore ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഈ 11 പ്രൊജക്റ്റിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഒരു 2-3 വർഷത്തിൽ ഇതേപോലെ തന്നെ ഒരു 2000 crore നമ്മൾ ഇതിലേക്ക് റീറ്റെയിൽ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നെസ്റ്റോ മാനേജ്മെൻറ്റിൻ്റെ പ്ലാനിങ്. അപ്പോൾ അതേപോലെ തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുക, ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് ബെറ്റർ പ്രൈസ്. റീജിയണൽ ഫിനാൻസ് കുഞ്ഞബ്ദുള്ള, റീജിയണൽ ഓപ്പറേഷൻസ് മാനേജർമാരായ അലി നവാസ്, എൻ സുഖിലേഷ്, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു മലയിൽ, ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻസ് മാനേജർ വി സൈനുദ്ദീൻ, പെരിന്തൽമണ്ണ സ്റ്റോർ ജനറൽ മാനേജർ സജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണ വ്യാപാര രംഗത്ത് 3 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പഴേരി ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡിൻ്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. രാവിലെ 9 മണിക്ക് പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴേരി ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ 5ാമത് ഷോറൂമാണ് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. വി കെ ശ്രീകണ്ഠൻ MP, മുഹമ്മദ് മോഹസിൻ MLA എന്നിവർ മുഖ്യാതിഥികളാകും. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി തുടങ്ങിയവരും മറ്റ് വ്യാപാരി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. നൂതനമായ സാങ്കേതിക മികവോടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ 100% ഗവൺമെൻറ് അംഗീകൃത ഹോൾമാർക്കിംഗ് മുദ്രയോടെയാണ് പഴേരി ഗോൾഡ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതെന്ന് ഉടമകൾ പറഞ്ഞു. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഒപ്പം 5 പവൻ മുതൽ 100 പവൻ വരെയുള്ള ബ്രൈഡൽ സെറ്റുകളും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകതയാണ്. ഉദ്ഘാടന ദിവസത്തിലും തുടർന്നും പണിക്കൂലിയിൽ വമ്പിച്ച ഡിസ്കൗണ്ടും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായും മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നെക്സ്റ്റ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വലിയ ഒരു 6-7ഓളം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു ദ ഗ്രാൻഡ് എന്നുള്ള പേരിൽ 100 സ്റ്റോർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് മൈൽ സ്റ്റോൺ ആയിട്ട് വെച്ചിട്ടുള്ളത്. സോ 2028 ഉള്ളിലായിട്ട് ഏകദേശം 10-30ഓളം സ്റ്റോറുകൾ ഓൾറെഡി കമ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ ദ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് അതിലുണ്ട്. അതുപോലെ വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്ത് പോകുന്ന കൺസൾട്ടിങ് ഗ്രൂപ്പ് നമ്മളെ ഇതിൽ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെ നമ്മളെ ഇതിൽ പാർട്ടാണ്. പിന്നെ അതുപോലെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഇനി ഇപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഓംനി ചാനൽ എന്നാണല്ലോ അറിയപ്പെടുക. അതായത് ഒരേ സമയം ഷോറൂമും ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഈ
കൊമേഴ്സ്, അതായത് ഓൺലൈൻ ബിസിനസ് കൂടി നമുക്ക് ഈ 2025 നമ്മൾ ആക്റ്റീവ് ആവും. പിന്നെ പുതിയ സ്റ്റോറുകൾ ഇനിയും വരാൻ പോവുകയാണ്. നമ്മൾ GCC കൺട്രികളിലടക്കം തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഒക്കെ നമ്മുടെ പുതിയ ഇനോഗ്രേഷൻ കമ്പനികളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ മുന്നോട്ട് വരികയാണ്. ഇനി നമുക്ക് കേരളത്തിൽ തന്നെ കാക്കനാട്, അതുപോലെ പനമരം, അതുപോലെ നമ്മുടെ കാഞ്ഞങ്ങാട്, കൊല്ലം, അടുത്ത് തന്നെ നമ്മുടെ ചെർപ്പളശ്ശേരി, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലും നമുക്ക് നിയറസ്റ്റ് ഓരോ മാസത്തിലും ദിവസമാഴ്ച നമ്മൾ വളരെ അടുത്ത വെൽ പ്ലാൻഡ് ആയിട്ടാണ് പോകുന്നത്. തന്നെ ഗ്രൂപ്പ് മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ പുറത്തും എവിടെയൊക്കെ എക്സിബിഷൻ ഉണ്ടോ അതിലൊക്കെ പോയി നമ്മൾ ഹാൻഡ് പിക്ഡ് ഐറ്റമാണ് ഓരോ ഐറ്റം. നമുക്കറിയാം ഇപ്പോൾ നാളത്തെ ഇനോഗ്രേഷൻ കഴിയുമ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ഓരോ ഐറ്റംസും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്നതിൽ നമുക്ക് ഓരോ ഭാഗത്തും ഓരോ ഫാഷൻ നമുക്ക് ഒരു ട്രെൻഡായി മാറും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഏത് മോഡലാണോ അതൊക്കെ ഉണ്ടാക്കാവുന്ന സ്ട്രക്ചർ ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ ഉണ്ട്. മാനുഫാക്ചറിങ് ഡിവിഷൻ 3 മാനുഫാക്ചറിങ് ഡിവിഷൻ ഉണ്ട്. ഇത് നമ്മുടെ തന്നെ ഇപ്പോൾ ഈ ഫാസ്റ്റ് മൂവിങ്ങിനനുസരിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാനാവുമ്പോഴത്തേക്കും നമുക്ക് ആ വളരെ നല്ല പ്രൈസിങ്ങിന്, ഒരിക്കലും ഒരു വലിയ പ്രൈസിങ്ങിന് പോവാതെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ ഐറ്റംസ് അവൈലബിൾ ആവും. പഴേരി ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കരീം പഴേരി, ഡയറക്ടർമാരായ ബിനീഷ് പി, നിസാർ പഴേരി, ബ്രാഞ്ച് മാനേജർ അജിത് ടി, മാർക്കറ്റിംഗ് മാനേജർ വിഷ്ണു ശർമ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ MCF ബിൽഡിംഗിൽ 6 ലക്ഷം രൂപ ചെലവഴിച്ച് ടൈൽസ് വിരിച്ചതിൻ്റെയും 4,68,000 രൂപ ചെലവഴിച്ച് വാങ്ങിയ ഫർണിച്ചർ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷൗക്കത്ത്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനസ് K, സമീറ സലീം, മെമ്പർമാരായ C വിജിത, നിഷ രാമൻ, C പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ല MCF ആണ് ഇപ്പോൾ നമ്മുടെ MCF. ഒരു 2 മാസം മുമ്പ് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല MCFനുള്ള പുരസ്കാരം നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുക. 2 മാസം മുമ്പാണ് MCFൻ്റെ പരിശോധന നടത്തിയിട്ട് ഷൊർണൂരിലെ MCF 1ാം സ്ഥാനത്ത് വന്നത്. 1ാം സ്ഥാനം മാത്രമേ ഉള്ളൂ, 2ഉം 3ഉം സ്ഥാനമൊന്നുമില്ല. പക്ഷെ അന്നൊന്നും നമ്മളെ പ്രവർത്തനം നടന്നിട്ടില്ല. ഇത് വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ അന്ന് നമ്മൾ ഈ കട്ടയൊക്കെ വിരിച്ച് ഇത്രയും ഭംഗിയാക്കിയിരുന്നെങ്കിൽ, ഞാൻ അനസിനോട് നേരത്തെ സൂചിപ്പിച്ചു, നേരത്തെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്തായാലും 1ാം സ്ഥാനം നമുക്ക് കിട്ടുമായിരുന്നു. കാട്ടുകുളം പരിയാനംപറ്റ ക്ഷേത്രത്തിൽ വിഷുവേല ആഘോഷിച്ചു. രാവിലെ വിഷുക്കണി, തുടർന്ന് പുഷ്പപൂജ, വിഷുക്കൈനീട്ടം എന്നിവ നടന്നു. തുടർന്ന് കേളി, പ്രസാദക്കഞ്ഞി വിതരണം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 5ഓടെ കാളവേലകൾ ക്ഷേത്രാങ്കണത്തിലെത്തി. 7:30യോടെ വേലകൾ തൊഴുതു മടങ്ങിയ ശേഷം തായമ്പക, പൊറാട്ട് നാടകം എന്നിവയും നടന്നു. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ 30 ചൊവ്വാഴ്ചയോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജയും ഗുരുതി പൂജയും നടന്നു. രാവിലെ 6-ന് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. സമ്പൂർണ്ണ നാരായണീയ പാരായണം, കലശാഭിഷേകം, ഗുരുതി തർപ്പണം, പൂമൂടൽ, ശ്രീഭൂതബലി, പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് ഭഗവതി സേവ, അത്താഴ പൂജയോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രതന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കൃഷ്ണമുരാരി ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശിവസേന ഒറ്റപ്പാലം ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ഷൊർണൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥരായവർക്ക് വിഷുദിനത്തിൽ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K അനൂപിൻ്റെ നേതൃത്വത്തിലാണ് പൊതിച്ചോറുകൾ നൽകിയത്. കൂടാതെ യുവസേന ജില്ലാ പ്രസിഡന്റ് K ബിനോജ് പനയൂരിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ 20 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തു. RKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MS സുനീഷ്, P ഷിബു, K ശ്രീജിത്ത് ഉണ്ണി, P കൃഷ്ണാനന്ദ്, K ഗിരീഷ് അമ്പലവട്ടം, AP ലിതിൻ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ബിജു വരപ്പുറത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. സഹജീവികളോടുള്ള സ്നേഹം, സഹാനുഭൂതിയുള്ള ബാല്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ബാലസംഘം നെല്ലായ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ തെളിനീര് പാത്രങ്ങൾ സ്ഥാപിച്ചു. വിവിധ യൂണിറ്റുകളിൽ വില്ലേജ് സെക്രട്ടറി CV അഭിനവ്, വില്ലേജ് പ്രസിഡന്റ് അനന്യ, കൺവീനർ VK സജിത്ത്, കോർഡിനേറ്റർ അനസ്, ബാലസംഘം യൂണിറ്റ് കൺവീനർമാർ, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം.
ചെർപ്പളശ്ശേരി നഗര നവീകരണം അവസാന ഘട്ടത്തിലേക്ക് ഈ ജൂൺ മാസത്തോടുകൂടി പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ശ്രമം. ഇനി ചെർപ്പളശ്ശേരിക്ക് പുതിയ മുഖം. പാർക്കിംഗ് സൗകര്യമില്ലാതെ വീർപ്പുമുട്ടി മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷൻ. ജീവനക്കാരുടെയും ഇവിടെ എത്തുന്നവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കോമ്പൗണ്ടിലെ ഉപയോഗശൂന്യമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പാർക്കിങ്ങിന് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യം. വാണിയംകുളം പാതിപ്പാറയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ തണ്ണിമത്തൻ കടയിലേക്ക് ഇടിച്ചുകയറി. കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക്. മണ്ണാർക്കാട് നഗരസഭയിലും ഇനി ഓപ്പൺ ജിം. അരകുറിശി ആറാട്ടുകടവ് പരിസരത്ത് ആരംഭിച്ച ഓപ്പൺ ജിം നഗരസഭാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കുൾപ്പെടെ വ്യായാമം ചെയ്യാൻ സൗകര്യം. തൂതയിൽ ഇനി പൂരാവേശം. തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് വിഷുദിനത്തിൽ കൊടിയേറി. പൂരം മെയ് 13-ന്. തിരുവാഴിയോടെ തിരുവരായ്ക്കൽ ക്ഷേത്രത്തിലും പൂരത്തിന് കൊടിയേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.